ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത്രയും സ്നേഹ ബഹുമാനമുള്ള വിശ്വാസികളെ, ഇന്ന് 50 നോമ്പിൻ്റെ 5-ാമത്തെ വെള്ളിയാഴ്ച. ഇന്ന് സന്ധ്യയ്ക്ക് നാം ചിന്തിക്കുന്ന ഒരു വേദഭാഗം ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 45-ാമത്തെ വാക്യമാണ്. യേശു ഉച്ചത്തിൽ ചോദിച്ചു, എന്നെ തൊട്ടതാര്? യേശു തമ്പുരാൻ യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്നതിന് വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ അനേകം പേര് തിക്കിത്തിരക്കുകയാണ്. കർത്താവിന്റെ കൂടെ അനേകം പേര് തിക്കിത്തിരക്കി യായിറോസിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അതിനിടയിലൂടെ ഒരു സ്ത്രീ, ആ സ്ത്രീയെ പറ്റി പറയുകയാണെങ്കിൽ 12 വർഷമായി രക്തസ്രാവം ഉള്ള സ്ത്രീ. ഈ സ്ത്രീ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു അംശത്തിലെങ്കിലും ഒന്ന് തൊടുവാൻ സാധിച്ചെങ്കിൽ എന്ന് വിചാരിച്ച് തിക്കി തിരക്കി വന്ന് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു തോങ്ങലിൽ തൊടുകയാണ്. ആ സമയത്ത് അവൾക്ക് സൗഖ്യം ലഭിച്ചു. കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. തമ്പുരാൻ തിരിഞ്ഞു നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, എന്നെ തൊട്ടതാര്? പത്രോസ്ലീഹ പറയുകയാണ്, എത്ര പേര് നിന്നെ തിക്കിത്തിരക്കുന്നു? സ്ലീഹന്മാരെല്ലാവരും പറഞ്ഞു, എത്ര പേര് നിന്നെ തിക്കിത്തിരക്കുന്നു? പിന്നെ നീ എന്താണ് നിന്നെ തൊട്ടതാരെന്ന് ചോദിക്കാൻ കാരണം? അപ്പോൾ കർത്താവ് പറയുന്നത്, തന്നിൽ ശക്തി പുറപ്പെട്ടു. ദൈവത്തെ വിശ്വാസത്തോടുകൂടി അവന്റെ വസ്ത്രത്തിന്റെ അംശത്തിലെങ്കിലും തൊട്ടാൽ സൗഖ്യം പ്രാപിക്കുമെന്ന് കരുതിയ വിശ്വാസിനിയായ ആ സ്ത്രീ സൗഖ്യം പ്രാപിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസത്തോടുകൂടി സമർപ്പണത്തോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ചാൽ അതിന് പ്രതിഫലമുണ്ട്. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും ഒന്ന് തൊടുവാൻ ആഗ്രഹിക്കണം. അതിനർത്ഥം കർത്താവിൻ്റെ തിരുവചനത്തിൻ്റെ കീഴിൽ ഒരു നിഴലിലെങ്കിലും ഒന്ന് സ്പർശിക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നമുക്ക് സൗഖ്യമുണ്ട്. അവരിൽ നിന്ന് ശക്തി പുറപ്പെടും. ആ ശക്തി എത്രമാത്രം കഠിനമായ രോഗങ്ങളായിരുന്നാലും പ്രയാസങ്ങളായിരുന്നാലും പ്രതിസന്ധികളായിരുന്നാലും അതിൽ നിന്നെല്ലാം അവൻ അത്ഭുതകരമായി നമ്മളെ വിമോചിപ്പിക്കും. അവനിൽ നിന്ന് ശക്തി പുറപ്പെടുകയാണ്. അവൻ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, നമുക്കും അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ഒന്ന് തൊടാം. നമുക്കും അവൻ്റെ നിഴലെങ്കിലും ഒന്നടിക്കുവാൻ ആഗ്രഹിക്കാം. തിരുവചനമാകുന്ന ഗാത്രത്തിലേക്ക് നമുക്ക് അടുത്തു വരാം. അവൻ നമ്മെ സ്പർശിക്കട്ടെ. നാം അവനെ സ്പർശിക്കുമ്പോൾ അവൻ നമ്മെ സ്പർശിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്നെ തൊട്ടവരും നീ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചു. നിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട ആ സ്ത്രീ സൗഖ്യം പ്രാപിച്ചു. ഞങ്ങൾ നാഥ വിശ്വാസത്തോടുകൂടി നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങൾ അങ്ങയെ സ്പർശിക്കുന്നു. നാഥ, അവിടുന്ന് ഞങ്ങളെ സ്പർശിക്കണമേ. ഞങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.